തുളസി ചെടി ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. നിങ്ങൾ തുളസി നന്നായി കാട് പോലെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ചെടി വളർത്താൻ ആഗ്രഹമുണ്ട്, പറ്റാത്ത സാഹചര്യമാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. ഹങ്കർ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ എൻ്റെ വീട്ടിലത്തെ തുളസി ചെടിയാണ് നിങ്ങൾ കാണുന്നത്. ഞാനിത് മിക്കവാറും താഴെയാണ് നടാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. കൂടുതലും നട്ട് വളർത്തുന്നതിനേക്കാൾ ഇതിൻ്റെ വിത്തുകളൊക്കെ വീണിട്ട് തനിയെ മുളച്ചു വരുന്നതാണ്. ഈ 3-4 ചെടികളൊക്കെ തനിയെ കിളർത്ത് വന്നിട്ട് ഇത്രയും വലുപ്പത്തിലായതാണ്. അപ്പോൾ ദാ ഇത് നന്നായിട്ട് പൂവിട്ടിട്ടിട്ട്, അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പൂവിൻ്റെ മുള വരുമ്പോൾ തന്നെ പൊട്ടിച്ച് കളയണം എന്നാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ചില പൂക്കൾ ഇതേപോലെ ഇപ്പോൾ നന്നായി പൂത്ത് നിൽക്കുന്നുണ്ടല്ലോ, അത് ഞാൻ എന്താ ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ആ പൂക്കൾ മൊത്തത്തിൽ നമ്മൾ പറിച്ചെടുത്ത് കളയും. ഇത് നന്നായി മൂത്ത പൂവാട്ടോ. ഇത് കുറേ മുമ്പേ പറിച്ച് കളയേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും ഞാൻ നല്ലോണം മൂത്ത് അല്ലെങ്കിൽ ഒന്ന് ഉണങ്ങി വരുമ്പോൾ കുറച്ച് പൂക്കൾ ഞാൻ ഉണങ്ങാനായിട്ട് വെക്കും. അപ്പോൾ അതിൻ്റെ വിത്തുകൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ പറിച്ച് കളയണം. അതായത് ഇതിൽ എത്രത്തോളം പൂക്കൾ ഉണ്ടാവുന്നു അത് മുഴുവൻ നമ്മൾ പറിച്ച് കളയണം. എന്നാലാണ് ചെടി ഏറ്റവും നന്നായിട്ട് വളരുള്ളൂ. പറിച്ചെടുത്ത ഈ പൂക്കളും വിത്തുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ അവിടെ ഇവിടെയായിട്ട് ഇത് കൊണ്ടുവന്നിടാം. അതായത് നമുക്ക് ചെടിയൊക്കെ ഇവിടെ നിന്ന് കിളിർത്ത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അവിടെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിടാം. അപ്പോൾ എപ്പോഴെങ്കിലും മഴയൊക്കെ പെയ്യണ സമയത്ത് നല്ലോണം ഇത് ചെടികൾ കിളിർത്ത് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇത് കുറച്ച് ഉണങ്ങിയ വിത്തുകളാണ്. ഞാൻ മിക്കവാറും ഇതിൻ്റെ ഈ തുളസി ചെടിയുടെ അടിയിലും കുറച്ച് വിത്തുകൾ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ കിളിർത്ത് വരും. കാരണം ഈ തുളസി ചെടികൾ ഇവിടെ നന്നായി പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ മണ്ണിൽ ഈ സ്ഥലത്ത് എന്തായാലും പിടിക്കും. അതേപോലെ നല്ലോണം നീർവാഴ്ചയുള്ള മണ്ണിലായിരിക്കണം ഈ തുളസി ചെടികൾ ഉണ്ടാവേണ്ടത്. അതായത് എപ്പോഴും നനയ്ക്കണം എന്നല്ല, മണ്ണ് ഉണങ്ങി തുടങ്ങിയില്ലേ അപ്പം നമ്മൾ നനച്ചു കൊടുക്കണം. വെള്ളം അധികമാവാൻ പാടില്ല. അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുളസി ചീഞ്ഞു പോവും. അപ്പോൾ മണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ നനച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ നല്ല രീതിയിൽ വിടർന്ന രീതിയിൽ കുറ്റിച്ചെടിയായിട്ട് കാണണമെങ്കിൽ നമ്മൾ ഈ പൂക്കളൊക്കെ പറിച്ച് കളയണം. അതുപോലെ തന്നെ ഇതിൻ്റെ ചത്തലകളെന്ന് പറയും. ഇപ്പം ഇതിലൊന്നുമില്ല, ഞാൻ നേരത്തെ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉണങ്ങാറായിട്ടുള്ള ഇലകളുണ്ടല്ലോ, അത് ഇതേപോലെ പറിച്ച് നമ്മൾ കളയണം. അതുപോലെ തന്നെ തുളസി ചെടികൾ വെളിയിൽ വളർത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് എല്ലാ ദിവസവും ഒരു 6-8 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം കിട്ടില്ല, ഒരു ഇച്ചിരി തണലുള്ള സ്ഥലത്തായാലും നന്നായിട്ടിത് വളർന്നു വരുന്നതാണ്. ചിലർ ഇത് കത്രിക കൊണ്ട് മുറിക്കുന്നത് കണ്ടിട്ടുണ്ട്. കത്രിക കൊണ്ട് മുറിക്കുന്നത് അത്ര നല്ലതല്ല. എപ്പോഴും നമ്മൾ കൈ കൊണ്ട് മുറിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ കാണുന്നത് രാമതുളസിയാണ്. ഇതിന് നല്ല മണം കേട്ടോ. അപ്പം ഇത് എനിക്കിപ്പോൾ ഞാൻ കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് പിടിച്ചു വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇനി പൂക്കൾ ഉണ്ടായിട്ട് അതിൻ്റെ തൈകൾ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് കുഴിച്ചിട്ട് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് നന്നായി വളർന്നതിന് ശേഷം വേണം ഇത് തണ്ട് മുറിച്ചിട്ട് ഒന്ന് കുഴിച്ചിട്ട് വീണ്ടും ചെടികൾ ഉണ്ടാക്കാൻ. ഇത് വീടിന് ചുറ്റും വെച്ച് പിടിപ്പിച്ചാൽ നല്ല മണമായിരിക്കും വീടിന് ചുറ്റും. അതേപോലെ ഇത് നമ്മുടെ കൃഷ്ണ തുളസിയാണ്. ഇതിന് നീലത്തുളസി എന്നും മരുന്ന് തുളസി എന്നൊക്കെ പറയും. നേരത്തെ ഞാൻ കാണിച്ചത് വെള്ള കൃഷ്ണ തുളസിയാണ്. ഇതിന് ഒരു നീല കളർ ഉണ്ടാവും ഇലകൾക്കൊക്കെ. ഇതാണ് മരുന്നിനും, അതായത് നമ്മൾ കാപ്പി ജലദോഷത്തിനൊക്കെ നമ്മൾ കാപ്പിയിട്ട് കുടിക്കാനും തുളസിയുടെ നീരൊക്കെ കുടിക്കില്ലേ, അതൊക്കെ ഇതിൻ്റെയാണ് കൂടുതലായിട്ട് കുടിക്കുന്നത്. അപ്പം ഇതിലും പൂ വന്നിട്ടുണ്ട്. ഇതും പൊട്ടിച്ചിട്ട് ഞാൻ ചട്ടിയിലിടും. ചട്ടിയിൽ ഇതുപോലെ ഞാൻ വളർത്തുന്നുണ്ട്. കാരണം താഴത്തുള്ളത് ഇനി പോയാൽ തന്നെ നമുക്ക് ചട്ടിയിലുണ്ടാവുമല്ലോ. തുളസി ചെടിക്ക് അങ്ങനെ പ്രത്യേകം വളമൊന്നും ചെയ്യേണ്ടെന്നാണ് പറയുക. പക്ഷേ ഒരു കാര്യം കൂടെ പറയും, തുളസിക്ക് തുളസി തന്നെയാണ് വളംന്ന്. അപ്പം ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പിടി തുളസിയില ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ തുളസിയിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഒരു ദിവസം നമുക്ക് പുളിക്കാനായിട്ട് വെക്കണം. അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം. ഇത് അവിടെ നമുക്ക് മൂടി വെച്ചിട്ട് ഇരിക്കാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് 1 ലിറ്ററും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ തുളസി ചെടികൾക്ക് ഇതേപോലെ തളിച്ചു കൊടുക്കാം. അതായത് ചെടികളുടെ മുകളിലും തളിച്ചു കൊടുക്കാം. ബാക്കിയുള്ള വെള്ളം നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീട്ടിൽ തുളസി വളർത്തുന്നവരും വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.